ഈ രംഗം ഒന്നുകൂടെ കാണുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ കേക്കിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന സമയത്താണ് കേട്ടോ അതിൻ്റെ ബാക്ക് ഡ്രോപ്സ് വന്ന് ഇതിൻ്റെ മുകളിലേക്ക് വന്ന് മറിഞ്ഞ് വീണിട്ട് കേക്ക് ഡാമേജ് ആയിട്ടുള്ളത്. കേക്ക് കൊടുക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നെയാണ് കേട്ടോ ഇത് സംഭവിച്ചിട്ടുള്ളത്. അച്ഛൻ്റെ അമ്മയുടെ ആനിവേഴ്സറിക്ക് വേണ്ടി അഞ്ചിൽ തന്നിട്ടുള്ള ഓർഡറാണ് കേട്ടോ. 1/2 kg വാനിലാണ് കേട്ടോ ഫ്ലേവർ. അപ്പോൾ ഹാർട്ട് ഷേപ്പിൽ ചെയ്യണമെന്നാണ് കേട്ടോ പറഞ്ഞത്. ഡിസൈനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതിൽ ഹാർട്ട് ഷേപ്പ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ വാനില ചെയ്യുന്നത് എങ്ങനെയാണ് കേട്ടോ, ക്രീം കൊടുത്തിട്ട് ഫില്ലിങ്സ് ആയിട്ട് ഞാൻ കൊടുക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കാണ്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ക്രം കോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നു കേട്ടോ. പിറ്റേന്ന് വൈകിട്ട് കൊടുക്കാൻ പറഞ്ഞിരുന്ന കേക്കാണ്. അപ്പോൾ രാത്രി ആയപ്പോൾ വിളിച്ച് പറയുന്നു രാവിലെ 10 മണിയാകുമ്പോൾ എത്തിക്കണം, കാരണം അച്ഛനും അമ്മയും അവിടെ ഇല്ല, പുറത്ത് എവിടെ പോകുകയെന്ന് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനത് ക്രം കോട്ട് ചെയ്ത് കൂടെ തന്നെ അത് ഫിനിഷ് ചെയ്ത് ഡിസൈൻ ചെയ്തൊക്കെ വെച്ചു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് രാവിലെ കൊച്ചിനെ സ്കൂളിലായപ്പം രാവിലത്തെ ജോലി എല്ലാം കൂടെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേക്ക് കംപ്ലീറ്റ് ചെയ്ത് വെച്ചേ. അങ്ങനെ ഞാനിവിടെ ക്രം കോട്ട് ചെയ്ത് കൂടെ തന്നെ അത് ഫിനിഷ് ചെയ്ത് വെക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിലേക്ക് റെഡ് കളറും യെല്ലോ കളറോടെ ചേർത്തിട്ട് ഒരു പീച്ച് കളറിലാണ് കേട്ടോ അതിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നത്. ഈ കേക്കിന് വേണ്ടി ഒരു സിംഗിൾ നോസിലാണ് കേട്ടോ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മുകളിൽ വൈറ്റ് കളർ ക്രീമിൽ ഒരു നോസിൽ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ആ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ കുറച്ച് റോസറ്റെ വരച്ച് കൊടുക്കുന്നുണ്ട്. അത് മുകളിൽ കൊടുത്ത് ആ ഒരു പീച്ച് കളറിലാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ വെച്ച് സെറ്റ് ചെയ്തു. എല്ലാം പേരുമൊക്കെ എഴുതി ഫോട്ടോ എടുപ്പ് നടക്കണം കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ വീഡിയോയിലോട്ട് കടന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഈ ബാക്ക് ഡ്രോപ്പ് വന്ന് വേണ്ടിയിട്ട് ഈ കേക്ക് ഡാമേജ് പറ്റിയിട്ടുള്ളത്. കേക്ക് നന്നായിട്ട് സെറ്റ് ആയതുകൊണ്ട് തന്നെ ആ പീച്ച് കളറിൽ കൊടുത്ത ഫ്ലവറിന് മാത്രമേ കുറച്ച് ഡാമേജ് വന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ ഫ്ലവേഴ്സൊക്കെ പറക്കി മാറ്റിയിട്ട് ഒന്നുകൂടെ ഡിസൈൻ ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ ഈ ബാക്ക് ഡ്രോപ്പ് ജസ്റ്റ് ഒന്ന് വെച്ച് ഒരു വെയിറ്റും എല്ലാം കൊടുത്ത് വെച്ചേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തേക്കും, ആവശ്യം കഴിയുമ്പോൾ എടുത്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒട്ടിച്ചത് ശരിയായില്ല എന്ന് തോന്നുന്നു. എന്തായാലും എൻ്റെ കഷ്ടകാലം അതെന്തായാലും ഊരി പോന്നിട്ടുണ്ടായിരുന്നു. ഈ കേക്കിൻ്റെ വെയിറ്റ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് രണ്ടാമത് ഡിസൈൻ ചെയ്ത് കൊടുത്തതാണേ. അപ്പോൾ കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.